പാക് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണം വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ പാക് സംഘർഷം നിയന്ത്രണാതീതമാകാൻ സാധ്യതയുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങരുതെന്നും സാധാരണക്കാരെ ലക്ഷ്യമിടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ലോകത്തിന് താങ്ങാനാവില്ലെന്ന് കഴിഞ്ഞ ദിവസവും അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടിരുന്നു. രണ്ട് ദക്ഷിണേന്ത്യൻ അയൽക്കാർ തമ്മിലുള്ള സംഘർഷം സമീപ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ്. സംഘർഷങ്ങൾ ലഘൂകരിക്കാനും നയതന്ത്രം പ്രോത്സാഹിപ്പിക്കുവാനും ഇരു രാജ്യങ്ങളും ശ്രമിക്കണം. സൈനിക നീക്കത്തിലൂടെയുള്ള നീക്കം ഒരു പരിഹാരമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ സേനകൾ നടത്തിയ ദൗത്യത്തിലൂടെ പാകിസ്ഥാനിലും പാക് നിയന്ത്രിത കാശ്മീരിലുമായി സ്ഥിതി ചെയ്യുന്ന 9 ഭീകര കേന്ദ്രങ്ങൾ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തു. മുസഫറാബാദ്, മുരിദ്കെ, കോട്ട്ലി എന്നിവിടങ്ങളിലെ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷ് ഇ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ പരിശീലന ക്യാമ്പുകളാണ് തകർത്തത്. ആക്രമണം കൃത്യവും നിയന്ത്രിതവുമായിരുന്നുവെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയുടെ സംയുക്ത ദൗത്യം പാക് സൈനിക കേന്ദ്രങ്ങൾ ഒഴിവാക്കി ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിടുകയായിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനുമാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമുണ്ടെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ തിരിച്ചടിയിൽ 8 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം. 35 പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അഹമ്മദ് ഷെരീഫ് പറഞ്ഞു. 2 പേരെ കാണാതായതായും അദ്ദേഹം പറയുന്നുണ്ട്. കോട്ട്ലി, മുറിദ്കെ, ബഹാവൽപൂർ, ചക് അമ്രോ, ബിംബർ, ഗുൽപൂർ, സിയാൽകോട്ട് എന്നിവിടങ്ങളിലെയും മുസാഫറാബാദിലെ 2 സ്ഥലങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ DG ISPR ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയും വ്യക്തമാക്കി. 8 മരണം മാത്രമാണ് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നതെങ്കിലും അതിലും വലിയ ആൾനാശമുണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അതീവ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ സഹായത്തോടെ ലഷ്കർ ഇ തൊയ്ബയുടെ ഉപവിഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയിരുന്നു ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ ആക്രമണത്തിലെ പങ്കിനെ നിഷേധിച്ചുവെങ്കിലും ഇന്ത്യ 1960-ലെ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കുക, പാക് നയതന്ത്രജ്ഞരെ പുറത്താക്കുക, വിസ റദ്ദാക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചു. പാകിസ്ഥാനും മറുപടിയെന്നോണം ഇന്ത്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും 1972-ലെ ഷിംല ഉടമ്പടി റദ്ദാക്കുകയും ചെയ്തു.